BJP നേതാവ് ശ്രീ സന്ദീപ് വാര്യർ നമ്മളോട് പ്രതികരിക്കാനായി ഈ സമയം ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഈ ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്നത്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒരു പക്ഷേ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. കേന്ദ്രത്തെയാണ് എല്ലാത്തിലും പഴി പറയുന്നത് ധനമന്ത്രി ഉൾപ്പെടെ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ പണമില്ല, ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല. എന്നാൽ ഈ ബഡ്ജറ്റിന് സഹായിച്ചു എന്നതിൻ്റെ പേരിൽ സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് ധനവകുപ്പിലെ ജീവനക്കാർക്ക് ധനമന്ത്രി ഇന്നൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക്. എങ്ങനെ പ്രതികരിക്കുന്നു? നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നത്, നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഇത് ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏതാനും ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരെ മാത്രമല്ല. ഈ സർക്കാർ ജീവനക്കാരുടെ കൈകളിലേക്ക് വരുന്ന ശമ്പളമാണ് ഇവിടെ ക്ഷീര കർഷകർക്ക്, അവർ സർക്കാർ ജീവനക്കാരുടെ വീടുകളിൽ പാല് കൊടുത്തിരുന്ന, പശുക്കളെ വളർത്തി ഉപജീവനം നടത്തിയിരുന്ന പാവപ്പെട്ട വീട്ടമ്മമാരടക്കമുള്ള ക്ഷീര കർഷകർ, ഇവിടുത്തെ ചെറുകിട കച്ചവടം നടത്തിയിരുന്നവർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള സാധാരണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, അങ്ങനെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മാസാമാസം വിഹിതം കിട്ടുന്ന ആ പണം കൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, മലയാളി കുടുംബങ്ങളാണ് സർക്കാരിന്റെ ഈ പിടിപ്പുകെട്ട ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്നത്, അവരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നത്. നോക്കൂ, ഒരു ദിവസം ശമ്പളം മുടങ്ങുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 ദിവസം ശമ്പളം മുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല. പലപ്പോഴും ബാങ്കുകളിലെ തിരിച്ചടവുകളൊക്കെ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പല ആളുകളുടെയും സിബിൽ സ്കോറിനെ വരെ ഇത് ബാധിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ സിബിൽ സ്കോറിനെ വരെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് പോകും. പലർക്കും വായ്പ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഒരു സർക്കാർ നിർബന്ധമായും ചിലവഴിക്കേണ്ട എക്സ്പെൻഡിച്ചറിൽ പെടുന്നതാണ് ശമ്പളവും പെൻഷനും ഒക്കെ. ആ ശമ്പളവും പെൻഷനും പോലും കൊടുക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മാറിയെങ്കിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെ പിടിപ്പുകേടല്ലാതെ മറ്റെന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്നത്, കഴിഞ്ഞ 8 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്നത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ, പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ധനകാര്യ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ തന്നെയാണ് ഉത്തരവാദിത്തമായിട്ടുള്ളത്. ഈ ധനകാര്യ സ്ഥിതി ഇതുപോലെ മോശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഇരുന്നിട്ടുള്ള ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ബാലഗോപാലും ഈ സംസ്ഥാന സർക്കാരും അതിന് പൂർണ്ണമായിട്ട് ഉത്തരവാദികളാണ്. ഈ ധനകാര്യ പ്രതിസന്ധിക്കിടയിലും ഇവർ ചെയ്യുന്ന ധൂർത്തും ധാരാളിത്തവും വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ഇവിടെ നവകേരള സദസ്സ് എന്ന പേരിൽ വലിയ തോതിൽ ധാരാളിത്തം ഉണ്ടായി. കേരളീയം പരിപാടി നടത്തി വലിയ തോതിൽ പണം ചെലവാക്കി, കോടിക്കണക്കിന് രൂപ ചെലവാക്കി. മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മന്ത്രിമാരുടെ ആരുടെയും ശമ്പളം മുടങ്ങിയിട്ടില്ല. ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെയോ MLA മാരുടെയോ ഒന്നും ശമ്പളം മുടങ്ങിയിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാത്രമാണ് മുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായും അതാണ് ഏറെ ശ്രദ്ധേയം. ശ്രീ സന്ദീപ് ജി വാര്യർ, ഈ മന്ത്രിമാരുടെയും MLA മാരുടെയും ഒക്കെ ശമ്പളം പിൻവലിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ട്രഷറിയിൽ നിന്ന് പിൻവലിക്കുന്ന രീതിയിലല്ല അവർക്ക് മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ ശമ്പളം എത്തുക. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വേഗം കൃത്യമായി മാസാവസാനം തന്നെ ശമ്പളമൊക്കെ ലഭിച്ചുവെന്ന് ഇന്നലെയൊക്കെ വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല, ഇതിലെ ഏറെ ശ്രദ്ധേയം ഈ ബാലഗോപാൽ പറയുന്ന ചില മറുപടികളാണ്. അത് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അതിന് സാങ്കേതിക പ്രശ്നമാണ്, അത് ബാങ്കിലേക്ക് മാറ്റാൻ പറ്റാത്ത ചില സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന ചില സാങ്കേതിക പ്രശ്നം മാത്രമല്ല, അത് പൈസ ഇല്ലാഞ്ഞിട്ടല്ല. ഈ ട്രഷറി അക്കൗണ്ടിൽ പണം കാണിക്കുമെന്നാൽ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറാനോ മറ്റെന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്താനോ സാധിക്കില്ല. അവിടെ പണമുണ്ട്, എന്നാൽ ഈ തോക്കുണ്ട് വെടിവെക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ് ധനമന്ത്രിയുടെ ചില പ്രതികരണങ്ങളൊക്കെ. ഈ സാങ്കേതിക പ്രശ്നം എന്താണെന്ന ചോദ്യത്തിനൊന്നും പക്ഷേ വ്യക്തമായ മറുപടിയൊന്നുമില്ല. ഈ സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കണം. ഒന്നുമില്ലെങ്കിൽ ട്രഷറിയിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിന് പറ്റിയ തകരാറാണോ? അല്ല. സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ആണ്. അതിനെ എങ്ങനെയാണ് ഈ സാങ്കേതിക പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ടെക്നിക്കൽ എറർ ഉണ്ടെങ്കിൽ, ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ഞങ്ങളുടെ ട്രഷറിയിലെ സോഫ്റ്റ്വെയറിന് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് മാറ്റാൻ സാധിച്ചില്ല. അതല്ലല്ലോ ന്യായം പറയുന്നത്. മറിച്ച് സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ഭാഗമായി സംഭവിച്ചിട്ടുള്ള ധനകാര്യ പ്രതിസന്ധി കൊണ്ട് ഇവിടുത്തെ പണം കൈകാര്യം ചെയ്യുന്നതിൽ സംഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള പിഴവാണ് ഈ ശമ്പളം മുടങ്ങുന്നതിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. അതിനെ സാങ്കേതിക പിഴവെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ സാങ്കേതിക പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ധനകാര്യമന്ത്രി രാജിവെക്കണ്ടേ? നോക്കൂ, ഇവിടെ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള സംഗതികളുണ്ട്. ഉദാഹരണത്തിന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും റെയിൽവേ മന്ത്രി രാജിവെക്കാൻ വേണ്ടി മുന്നോട്ട് വരാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, തൊട്ട് മുൻപ് തന്നെ വലിയൊരു റെയിൽവേ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് റെയിൽവേ മന്ത്രി രാജിസന്നദ്ധ അറിയിക്കുകയും, എന്നാൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഇതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ബാലഗോപാലിന്റെ കീഴിലുള്ള വകുപ്പിൽ
വലിയ തോതിലുള്ള ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുകയാണ്. ആക്സിഡന്റ് എന്നല്ല, ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ അവിചാരിതമായി ഉണ്ടാവുന്നതാണ്. ഇത് നേരത്തെ കൂട്ടി ഇവർക്ക് അറിയാമായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കാൻ പോകുമെന്ന്. വളരെ നേരത്തെ കൂട്ടി ഇവർക്ക് അറിയാമായിരുന്നു. ശമ്പളം തടസ്സപ്പെടാൻ പോവുകയാണ് എന്നറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും, കേരളം വലിയ പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞിട്ടും, അപ്പുറത്ത് വിരുന്നുകളും 5 സ്റ്റാർ വിരുന്നുകളും അതുപോലെ തന്നെ പഞ്ചനക്ഷത്ര ബസ്സിലുള്ള യാത്രയും അതോടൊപ്പം കേരളീയം പോലുള്ള മാമാങ്കങ്ങൾ നടത്തി കേരളത്തിന്റെ പൊതു ഖജനാവിലെ പണം കട്ടുമുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് സംഭവിക്കുന്നത് എന്താ? കേരളത്തിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയും ഉണ്ടാകുന്നില്ല, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നില്ല, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നില്ല, ടാക്സ് കളക്ഷൻ വർദ്ധിക്കുന്നില്ല, ഇവിടുത്തെ ടാക്സ് ബേസ് വർദ്ധിക്കുന്നില്ല. ഈ കാര്യങ്ങളിലൊക്കെ ഊന്നൽ കൊടുക്കേണ്ട കേരളത്തിലെ ധനകാര്യ വകുപ്പ് സമ്പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. കേരളത്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ നേരത്തെ ഉണ്ടായിരുന്ന തോമസ് ഐസക്കും ഇപ്പോഴുള്ള ബാലഗോപാലും തികഞ്ഞ പരാജയമാണ് എന്ന് നമുക്ക് ആവർത്തിച്ച് ഉറപ്പിക്കാൻ സാധിക്കും. ശമ്പളം കൊടുക്കുന്നതിൽ സംഭവിച്ചിട്ടുള്ള പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയാത്ത വലിയ തെറ്റാണ്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ വലിയ മാറ്റമില്ല, വലിയ താമസമില്ലാതെ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ദീർഘകാലം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ വഷളാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കേരളം അത്രത്തോളം തകർന്നു കഴിഞ്ഞു, സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞു.